ഹേ ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പൈ ബോയ് പാറു ഗേസ്. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഏത് വഴി ഗേസ് മാഡ് ഔട്ട് 2 ആണ് ഗേസ് കളിക്കുന്നത്. മനസ്സിലായി. നമ്മുടെ മാഡ് ഔട്ട് 2-ൽ അല്ല, ഇതേത് വണ്ടി തന്നോളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ലാൻഡ് റോവറാണ്. എന്തുകൊണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക ഗേസ്. എനിക്കറിഞ്ഞൂടാ കേട്ടോ, ഞാൻ സത്യം പറയുന്നത്. വണ്ടി അതാണെന്ന് എനിക്കറിഞ്ഞൂടാ. അടിപിടി പോണുണ്ട്, ജസ്റ്റ് എടുത്ത് അത്രേ ഉള്ളൂ. ഇവിടെ എവിടെ ഇതുണ്ടെന്നാണ് ഞാനത് മാർക്ക് ചെയ്തായിരുന്നു ഗേസ്. വണ്ടിയൊക്കെ പറന്നു കാണിക്കുക കിടന്നു. അതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. വണ്ടി നിർത്തിയാണ് മോനെ, പുറത്തിറങ്ങിയാണേ. ഉണ്ടോ ഗേസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഇത് എനിക്ക് തോന്നുന്നത് സംഭവം ലാൻഡ് റോവറാണ്. ഉണ്ടോ, സംഭവം ലാൻഡ് റോവറല്ലേ. ഇത് ഫോർച്യൂണർ ആ ഒരു വഴിയുമില്ല ഗേസ്. വണ്ടി ഇടിച്ച് ചേർക്കാനല്ല പറഞ്ഞ സംഭവം. നമുക്ക് വണ്ടി ഒന്നേ ശരിയാക്കി ഇത് പുറത്തൊക്കെ കിടക്കാം. വണ്ടിയൊക്കെ ഒന്ന് ശരിയാക്കി ആക്കിയേക്കാം. ഓക്കെ, വണ്ടി റിപ്പയർ ചെയ്ത് ഈ വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കട്ട്. നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. അതുകൊണ്ടൊക്കെ നല്ലതുണ്ടോ ഇവിടെ തന്നെ സ്നൈപ്പ് ചെയ്യാൻ പറ്റിയ ഏരിയ അല്ലേ. സ്നൈപ്പർ ഫെയറീസ് സ്നൈപ്പ് ചെയ്ത് നോക്കുകയാണ് മോനെ. ഉണ്ടോ ഈ സ്നൈപ്പ് ചെയ്യാൻ പറ്റിയ ഏരിയ. പൊട്ടിക്കായിരുന്നൊരു വെടി കാണാൻ പൊട്ടിച്ച് കഴിഞ്ഞാലേ ഇത് മാത്രമല്ല കേട്ടോ, അതുകൊണ്ട് വേറെ കുറച്ച് ഗണ്ണുകളുണ്ട്. ഇനി ഒരു ഷോർട്ട് ഗണ്ണും കൂടെ ഒപ്പിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ താഴോട്ട് പോട്ട്. അത് പൊട്ടിത്തെറിക്കുന്ന ക്യാനല്ലേ, കണ്ട അങ്ങനെ പറ്റത്തില്ലല്ലേ. ഇറങ്ങി താഴോട്ട് പറക്കാം, ചാട്. പോയി വണ്ടി നമ്മുടെ വണ്ടി ഇവിടെ കിടക്കൊണ്ട് കിണ്ണ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത കാറ്. ഓ, എൻ്റെ വണ്ടി ഇടിച്ച് നയിപ്പിക്കും. എന്നിട്ട് വീണ്ടും റിപ്പയർ ചെയ്യും. വണ്ടി ഇടിക്കാനൊന്നും പാടില്ല. മതി. കേർട്ട് ഒരു ചാത്തം വഴിയാണ് ഈ. എനിക്ക് വണ്ടി ഒന്ന് നിർത്തിയാണ് വസ്തുമായി എൻ്റെ കാലം ഇറങ്ങുന്നത്. അതിൻ്റെ ഇടയ്ക്ക് രാത്രി സംഭവം സിറ്റിയൊക്കെ ഒരു വലിയ സിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡെസേർട്ട് ഏരിയ ആയിരിക്കും. നമുക്ക് ഇപ്പം പോകേണ്ട എവിടോട്ടാ? ഇവിടെ ഇച്ചിരി നല്ല സ്ഥലം ഏതാന്ന് ചോദിച്ചാ ഓക്കെ, അങ്ങോട്ടൊന്ന് നോക്കാം. വലിയ ദൂരമൊന്നുമില്ല, പോട്ടെ. വ്യൂ മാറ്റാൻ പറ്റുമോ? ഞാൻ ഉദ്ദേശിച്ച വ്യൂ ഇത് തന്നെ. അയ്യോ വണ്ടി, അയ്യോ നിർത്ത്. ഭയങ്കര കഷ്ടമാണ് ഗൈസ്. അയ്യോ ഇടിച്ച് തട്ടത്തൊന്നുമില്ല. അയ്യോ അങ്ങനെ തട്ടത്തൊന്നുമില്ല ഗൈസ്. വളച്ച് ഇതെന്തൊരു പാട്ടാണ്. എന്നാ പാട്ടൊന്നും ഇപ്പോഴത്തേക്ക് വഴിയും തട്ടിക്കൊന്നില്ലല്ലോ ആരെയും. വരുന്നു ഞാൻ ആരെയും എന്തൊരു കാര്യമാണ് കളിയാണ്. അയ്യോ ചത്ത് ഗൈസ്.
ഇതെന്തൊരു കളിയാണ് ഗെയ്സ്? ഞാൻ ആരെയും കൊന്നതുമില്ല, ഒന്നുമില്ല. വെറുതെ വെറുതെ ഒരു എൻ്റെ പൊന്നെണ്ണ വഴി മാറിയത് എന്ന് ഒന്നാതെ പോലീസ് കൊല്ലാൻ വരിക. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാനിതങ്ങോട്ട് ഞാൻ തന്നെയല്ലേ പുറത്തിറങ്ങിയപ്പോന്ന് നോക്കട്ട് ആരെങ്കിലും ചത്തായിരുന്നു. ഇനിയിപ്പോൾ എന്തിനാ പോലീസ് പിടിക്കാൻ വന്ന? എനിക്ക് തന്നെ അറിഞ്ഞൂടാ എന്നെ എന്തിനാ ഇപ്പോൾ പോലീസ് പിടിക്കാൻ വന്നത്? ജസ്റ്റ് ഒരു സൈക്കോത്തരാ. എടുക്കുക വണ്ടി. മാർക്കോയിൽ അവന് റേഞ്ച് റോവർ ആണെങ്കിൽ മാർക്കോയ്ക്ക് റേഞ്ച് റോവർ ഉണ്ടെങ്കിൽ എനിക്ക് ലാൻഡ് റോവർ ഉണ്ട് ഗൈസ്. ആഹാ, ഞാനൊരു കൊച്ചു മാർക്കോയ. ഇനി വീണ്ടും വല്ല വർക്ക്ഷോപ്പിലോട്ടും പോവാം. വർക്ക്ഷോപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകാം. വണ്ടിയുടെ ബാക്ക് ഇടിച്ചൊന്ന് ചെറുതായിട്ട് ചവങ്ങി. പൈസയൊന്നും പ്രശ്നമില്ല. കണ്ടോ നമ്മുടെ ഡ്രിഫ്റ്റിങ് നേരെ പൊടി. ഇറക്ക് കത്തിച്ചു കിട്ടോ? എല്ലാവരെയൊക്കെ നിന്നോളൂ. റോട്ടിൽ കൂടി കാട്ടടാ വണ്ടി പിടിക്കാൻ വന്നതിൻ്റെ റോട്ടിൽ കൂടി ഇറങ്ങി. വണ്ടി കുറേ ഡ്രിഫ്റ്റാണ്. എന്ത് ചെയ്യണമാണ് ഈ സ്പോക്ക്? വണ്ടിയുടെ സൈഡിലും തീരുമാനമായി. നിനക്ക് മാർക്കോടെ തന്നെ കളിക്കണം അല്ലേ? ഇപ്പോൾ തീർത്തരടാ. ഞാൻ കൊച്ചു സൈക്കോയാണ്. അങ്ങനെയാണ് എൻ്റെ അത് കളിക്കാൻ എല്ലാം ഇടിക്കാൻ പോയി മാറി. ലാൻഡ് പോയാലും വേണ്ടി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം അടിച്ച് പൊളിക്കണം കേസ്. അങ്ങനെ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എനിക്ക് എത്തേണ്ട റോട്ടിൽ എന്തോന്നില്ല. അത് റിപ്പയറിങ് ഷോപ്പല്ലേ? ഞാനിവിടെ റിപ്പയർ ചെയ്യുന്നു. കണ്ട എൻ്റെ റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അവസ്ഥ ഒന്ന് കണ്ടോ ഗീസ്? ഇടിച്ച് പോളിച്ച് ഈ അവസ്ഥ ആക്കി വെച്ചിട്ടുണ്ട്. അല്ല, തൽക്കാലത്തേക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടി ഇടിച്ച് പൊളിച്ച് ടമാർ പടാറാക്കിയിട്ട് ഞാൻ വരാം. ഇപ്പോഴേ നമ്മൾ മാർക്കൊക്കെ ചെയ്ത് അതെ ഇടിച്ച് പൊളിച്ചിട്ട് വരാം. ബാക്കി വേണ്ടി കൊണ്ടുപോയി ഇടിച്ച് പൊളിച്ചിട്ട് അത് അല്ലെങ്കിൽ മോശമല്ലേ ഗൈസ്? നമ്മളൊരു കാര്യം ഇടിച്ചു പൊളിക്കുന്ന പറഞ്ഞാൽ ഇടിച്ചു പൊളിക്കണം. അയ്യോ പോലീസ് ഇതാവതിനെ പിടിയോതോ ഇടിച്ചു കൊന്നല്ലോ. ഞാനിപ്പം കൊലപാതകയാണല്ലോ. ഇപ്പം വരും എന്നെ തേടി പോലീസ്. നല്ല കൊച്ചൊന്നും അല്ല. അതെ, നിങ്ങളുടെ കയ്യിൽ മാത്രമേ ആടാ പുറത്ത് തീർച്ചയായും വാടാ. ഞാൻ അങ്ങനെ നിന്ന് പറഞ്ഞോളല്ലോ.
പരസ്യമായി ഗൈസ്.